എന്ത് കളിയാക്കണ കളിയാക്കണ കുറച്ചു പേരായല്ലോ. എന്റെ അളിയനുമായിട്ട് കുഞ്ഞളിയന് ഉണ്ടായ പ്രശ്നം എന്താന്ന് പറയാം. ഇതിലാണ് നിങ്ങൾ പുറകെ നടന്നോണ്ടിരിക്കുന്നത്. കാര്യം പറയാളിയാ. എന്റെ അണ്ണ ഉള്ള കാര്യം പറയാം. അങ്കിളെങ്കിലും തുറന്നു പറ. അച്ഛനോ പറയണില്ല. പറ, എന്താണ് കാര്യം? തുറന്നു പറയാനാ? അണ്ണ അത് കൊച്ചിലെ നടന്ന കാര്യോട് ഞാൻ മറന്നുപോയി. ഞാൻ അതെങ്ങനെ മറന്നു പോവാനാ? ശരിക്കും ഇത് പറഞ്ഞാലും ഇതല്ലേ അയ്യോ, അപ്പൊ കൊച്ചിലായിട്ട് വേറെ ഓർമ്മയുണ്ട്. അപ്പൊ കൊച്ചിൽ നടന്ന സംഭവമാണ് ഓർമ്മയില്ലാത്ത. അവിടുന്ന് ഞാൻ ഇത് നമുക്ക് പറയാനൊക്കെ ആകാംക്ഷയൊക്കെ ഉണ്ട്. കാര്യം എന്താന്ന് പറ. നിങ്ങൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളെ അപ്പച്ചിയെ കല്യാണം കഴിക്കാൻ എനിക്ക് യോഗ്യത ഉണ്ടോ ഇല്ലയോ? അത് യോഗ്യത ഇല്ലയോ? ഓഹോ, അപ്പൊ യോഗ്യത ഉണ്ടോ ഇല്ലെന്ന് ഒരു തീരുമാനമാവട്ടെ. യോഗ്യതയുണ്ട്. യോഗ്യത ഉണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾ അതിനൊരു നടപടി ഉണ്ടാക്കിയെട്. എന്നിട്ടല്ലേ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കണേ. കൊച്ചി കേസുകളൊക്കെ ചോദിച്ചോണ്ട് എനിക്കറിയണം. ഞാൻ മറന്നുപോയി. ഇതിനൊരു കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കാതെ ഈ കല്യാണം നടക്കൂന്ന് എനിക്ക് തോന്നുന്നില്ല. ആ, അപ്പച്ചി നാളെ വരുമല്ലോ. അപ്പച്ചിക്ക് എന്തായാലും ഈ പ്രശ്നത്തെ പറ്റി അറിയാതിരിക്കാൻ വഴിയില്ല. അറിയാതിരിക്കാതിരിക്കാൻ വഴിയില്ല. എന്തായാലും മനസ്സിലായി. അതിപ്പോഴേ എന്തോ ഇതിന്റെ വിവരം അറിഞ്ഞിട്ട് ഇനി എനിക്കൊരു വിശ്രമമുള്ളത്. ഞങ്ങൾക്ക് ഞാൻ പോയി ഇച്ചിരി വിശ്രമിക്കട്ടെ. നിങ്ങൾ ചർച്ച തുടർന്നു. ഇവനെവിടെ? രാമൻ അവൻ പിള്ളേരോടെ ഇരിക്കണ്. ആണോ? അവനാള് നല്ല പയ്യനാണ്. സത്യം, നല്ല ചെറുക്കൻ, നല്ല സ്വഭാവം അല്ലേ? പരിചയപ്പെട്ടപ്പോഴേ അവനോട് വല്ലാത്ത ഒരു പ്രത്യേകത തോന്നുന്നു. സത്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യമായിട്ടും ശരിക്കും പറഞ്ഞാലേ ഇവനെ കുറച്ചു കാലം മുമ്പേ നമ്മൾ പരിചയപ്പെടേണ്ടായിരുന്നു. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ചേട്ടാ. അല്ല, അളിയൻ പറയുന്നോലേ അവൻ ചിലപ്പോ കല്യാണം നടക്കാൻ വേണ്ടി ഇങ്ങനെ അഭിനയിക്കുന്നതായിരിക്കുമോ നല്ലവനായിട്ട്? രവിയേട്ടൻ പറയണ കേട്ട് ചാടാൻ നിൽക്കല്ലേ. രവിയേട്ടന് പൊതുവെ അവന് ഇഷ്ടമല്ല. പിന്നെ സിനിമയാണോ രണ്ട് രീതിയിലുള്ള സ്വഭാവമൊക്കെ കാണിക്കാനായിട്ട് എനിക്ക് അവൻ നല്ല ജെന്യുവിൻ ആയിട്ടാണ് ഫീൽ ചെയ്തത്. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. നല്ല ചെക്കനാണ്. ചായ എടുക്കട്ടാ? എനിക്ക് ചായ ഒന്നും വേണ്ട. എന്താ വേണ്ടാത്തത്? വേണ്ട. അല്ല, എന്താ അളിയന് പ്രശ്നം എന്താന്ന് പറ. പ്രശ്നമൊന്നുമില്ല. അല്ല, കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ? ഒരു കുഴപ്പമില്ല അളിയ. പിന്നെ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണേ? ഇങ്ങനെ ഒരു മാറ്റം വേണമെന്ന് എനിക്ക് തോന്നി. മാറ്റും? അതെന്തിന്? അതെ, സ്വന്തം ഭാര്യയും മക്കളും അളിയനും ഒന്നും ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ലല്ലോ. ഇപ്പൊ എല്ലാരും അവനല്ലേ സപ്പോർട്ട് ചെയ്യണ. ഞാൻ അയ്യേ, ഇതെന്തോന്ന് കൊച്ചു പിള്ളേര് പറയും പോലെ. അയ്യേ മണി, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അവൻ ശരിയല്ല, അവൻ ഉടായിപ്പാണെന്ന്. നിങ്ങൾ ആരെങ്കിലും കേൾക്കണുണ്ടത്? എന്റെ അളിയൻ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് ഞങ്ങൾക്കൂടെ ഒന്ന് തോന്നണ്ടേ? രവിയേട്ടാ, ചിന്നുവിനൊരു നല്ല ജീവിതം കിട്ടാൻ പോവാണ്. വെറുതെ വാശിക്ക് വേണ്ടിട്ട് എന്നെ നശിപ്പിക്കരുത്. അപേക്ഷയാണ് സത്യമായിട്ടും. അല്ല, എന്റെ സമ്മതം ഇവിടെ ആർക്ക് വേണം? പിന്നെ ഞാൻ വാശി കാണിച്ചാൽ എന്ത്, വാശി കാണിച്ചില്ലെങ്കിൽ എന്ത്, എല്ലാം നിങ്ങളങ്ങ് തീരുമാനിക്കല്ലേ. അളിയന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യങ്ങളും ഇവിടെ നടക്കത്തില്ല. അത് ഞാൻ ഉറപ്പ് പറയുക. പിന്നെ ഇക്കാര്യത്തിന് അളിയന് താല്പര്യമില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഇനി കമാന്നൊരക്ഷരം വേണ്ടത്തില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് അറിയണം. അളിയനും അവനും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ. അതെന്താ? അത് അങ്ങനെ പറയത്തക്ക പ്രശ്നമൊന്നുമില്ല. അല്ലല്ല, എനിക്ക് അവനെ ഇഷ്ടമല്ല, അത്ര തന്നെ. കുഞ്ഞളിയോ? ഇത് കടുപ്പം തന്നെ കേട്ടോ. ഇവിടെ ഇരിക്കുന്ന പിന്നെ ഞാൻ ഇവിടെ അല്ലേ അന്വേഷിച്ചു. ഒരു കാര്യമുണ്ട്. അതെന്താ, ഞാൻ കേൾക്കാൻ പാടില്ലാത്ത വല്ല രഹസ്യമാണോ? എന്റെ ചേട്ടത്തി, ഞാൻ ഗൾഫിൽ നിന്ന് കുറച്ച് സാധനം കൊണ്ടുവന്നത്, അത് അണ്ണന് വേണ്ടി സ്പെഷ്യലായിട്ട് അത് കൊടുക്കാലോ എന്ന് വിചാരിച്ച്. അതിന്റെ ഒന്നും കാര്യമില്ല. പിന്നെ നീ സന്തോഷമായിട്ട് ചേർന്നല്ലയോ വാങ്ങിക്കാം. അത് ഏതാണ്?
കുഞ്ഞളിയാ കൊറേ നേരമായല്ലോ പെട്ടി തുറക്കാതെ ഈ ഗൾഫിൽ നിന്ന് വരുമ്പോഴേ ഈ പെട്ടി പൊട്ടിക്കാന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പഴാ കാണാൻ പോണം. എന്താണ് ഈ ഗൾഫ് വിട്ടുവെട്ടിക്കാന്നാണ്? അല്ലെന്തോ അത്ര കാര്യം? അതിനേക്കാളും നല്ല സാധനം ഇവിടെ നാട്ടിൽ കിട്ടൂലേ? ഈ പെട്ടി തന്നെ ഞാൻ ഇവിടുത്തെ മോളിൽ നിന്ന് ഓഫറിന്റെ സമയത്ത് വാങ്ങിച്ചതാണ്. അപ്പൊ ഗൾഫ് ഐറ്റം ഒന്നും ഇല്ലേ? അതേ ഐറ്റം ഇവിടെ അതെ അതിനേക്കാളും നല്ല സാധനം ഇവിടെ കിട്ടുമെന്ന്. പിന്നെ എന്നാലും കുഞ്ഞളിയാ ഗൾഫ് എന്ന് പറയുമ്പോ അതിന്റെ ആ ഒരു ഇതുണ്ടല്ലോ. അതെ. അതൊക്കെ പണ്ട് ഈ ഗൾഫ് എന്നുള്ള അതിന് ആവശ്യമൊന്നുമില്ല. അല്ല അപ്പൊ ഗൾഫില്ലേ ഇപ്പോഴും? ഗൾഫില്ലേ നമ്മള്? എന്തുവാ ഇത്ര താമസം? കോടാലി എടുത്തുണ്ടോ? അതെ തന്നെ. ഇത് നമ്പർ ലോക്കാണ്. 10 ഓർമ്മയില്ലല്ലേ? വെട്ടിപ്പൊട്ടിക്കാം. ഇത് തേങ്ങ അല്ല വെട്ടിപ്പൊട്ടിക്കുക. ഇത് നോക്കട്ടെ. ചുമ്മാ തമാശ പറയാതെ നമ്മൾ പെട്ടെന്ന് തുറന്നു അങ്ങോട്ട്. അയ്യോ അത് വയറുവേദനയ്ക്കുള്ള മരുന്നാണ്. ഗൾഫിലെ വയറുവേദനയ്ക്കുള്ള ഒരു മരുന്നാണെന്ന്. ഗൾഫിലെ ദശമൂലാഷ്ട. അത് പിന്നെ എനിക്ക് ഇന്നലെ തൊട്ട് ഭയങ്കര വയറുവേദന. എനിക്ക് കൂടെ തരുമോ? സംശയമില്ല. ഇതെന്തുവാ? പിന്നല്ലാതെ അണ്ണ ഒരു മാതിരി മറ്റേ മാമച്ചിമാരെ പോലെ. അണ്ണൻ എത്ര പ്രായമൊന്നുമല്ല. അണ്ണ ഈ നിക്കറ ഉടുപ്പാക്കിട്ട് അണന്നാ ഇവിടെ. അയ്യേ ഇതൊക്കെ പിള്ളേരെടുക്കുന്ന സാധനമാടാ. അങ്ങനൊന്നുമില്ല മാമനൂടെ. പറഞ്ഞോളൂ പിള്ളേരെ അങ്ങോട്ട്. മാമന് നന്നായിട്ട് ചേരും. ഏയ് അത് വേണ്ട. ആണോ ഇട്ടോണ്ട് വാ. അയ്യേ ചേരത്ത് വരിക. ഇട്ടാലല്ലേ അറിയാൻ പറ്റും. സൂപ്പറായിട്ട് ചേരും. കഴിഞ്ഞിട്ടില്ല. ഇന്ത്യ ഉണ്ട് ഐറ്റം. അയ്യോ ഇത് ഷൂസോ? പിന്നെ അല്ല കുഞ്ഞളിയാ ഞാൻ ഈ ഷൂസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്റെ കാല് പൊട്ടും. അണ്ണന് വേണ്ടി കൊണ്ടുവന്ന കാലൊന്നും പൊട്ടില്ല. ഇത് കൂടിയ ഷൂ ആണിത്. ഇട്ടിട്ട് വാ. ഇട് മാമ പ്ലീസ്. നോക്കാം. പിന്നെ നോക്കണ്ട. എന്താണ് തരി? ഞങ്ങൾക്കൊന്നും ഇല്ലേ? നിങ്ങൾക്ക് ഉള്ള മുട്ടായി അന്ന് തന്നില്ലേ? അത് മൊത്തം ഇവിടെ നിന്നു. കൂതറ മുട്ടായിരുന്നു. ഉള്ള കാര്യം പറയല്ല. തന്നെ ഇതുകൊണ്ടാണ് തരാത്തത്. ഇപ്പൊ മനസ്സിലാവും. എനിക്കത് തോന്നി. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ ഗൾഫ് മലയാളികളുള്ള ട്രെൻഡ് സെറ്റിംഗ് ഇല്ലേ? ഞാൻ തന്നെ നമ്മളൊരു സാധനം കൊണ്ട് ഇറക്കിയുണ്ടല്ലോ, പിന്നെ അതവിടെ ഹിറ്റാണ്. ഓ നമ്മ ഭയങ്കര സംഭവം തന്നെ. അങ്കിൾ ഭയങ്കര സംഭവം തന്നെ. ഒന്ന് ഉറപ്പില്ലേ? അങ്കിള് അങ്കിള് ഒരു തരം 2 തരം 3 തരം. നിങ്ങള് ഭയങ്കര ഫ്രീക്ക് തന്നെ അല്ലേ? അതൊക്കെ പോട്ടെ. ഗൾഫിൽ എത്ര ഷോപ്പ് ഉണ്ടായിരുന്നു പറഞ്ഞേ? 3. ഏതിന്റെയൊക്കെ? അതോ ഒന്ന് ഒരു ഗ്രോസറി ഷോപ്പ്, 2 ഡ്രസ്സിന്റെ. അവിടെ നല്ലതൊക്കെ പിന്നെ ഈ കമ്പനി തരുമല്ലോ. പെട്ടിയെങ്കിലും ഞങ്ങക്ക് തരായിരുന്നു. ഞാൻ അങ്ങോട്ട് വരട്ടോ? വരട്ടാന്നാ? അല്ല എനിക്ക് നാണമാണെന്ന്. അയ്യേ നാണോ? ആണോ? കേറി വാ. ഇതാരിത്? എന്റെ ദൈവമേ, മാമനെ കാണാൻ ശരിക്കും മമ്മൂക്കെ പോലെ ഉണ്ടല്ലേ. സത്യം. ഒരു 10 വയസ്സ് കുറഞ്ഞതുപോലെ ഉണ്ട് ഇപ്പൊ. സത്യമൊന്ന് ഇത് എത്ര ആയ സ്ഥിതിക്ക് ഒരു കാര്യങ്ങളുണ്ട്. ഒരു കാര്യങ്ങളുണ്ട്. അത് പിന്നെ പഠിക്കാം. അതല്ല അയ്യോ ഒന്നും വേണ്ട കുഞ്ഞളി. അടിപിള്ളേരെ പറയടി. എനിക്ക് കണ്ണ് കാണത്തില്ല. അയ്യേ സൂപ്പർ ആയിരിക്കും. എന്റെ ദൈവമേ, ചൊറിയുന്നളിയാ. അതൊക്കെ ചുമ്മാ തോന്നണ കൊതുവായിരിക്കും മാമ. മാമ ഒന്ന് നടന്നേ നോക്കട്ടെ. ഒന്ന് നടക്കും, ഒരു സ്റ്റൈലിൽ ഒരു നടത്തം. അത് ഈ ഷൂസ് ഇടുമ്പോഴേടി എനിക്ക് സ്റ്റെപ്പ് കിട്ടത്തില്ല. മര്യാദക്ക് നേരെ നടന്നാ മതി. എപ്പോഴും നടക്ക് നടക്ക്.
ഇങ്ങനെ തള്ളി നടക്കണേ മാമ നേരെ നടക്ക്. ബെസ്റ്റ് നടത്തത്തിനുള്ള അവാർഡ് എന്റെ മാമനാണ്. എന്തോ മാമ കാണിക്കുന്നത് എന്റെ അമ്മ അങ്ങനെയല്ല. ഓ ഒന്ന് കാണിച്ചോട്ടെ അങ്ങളെ. കാണിക്കാൻ കൂടി. ചുമ്മാ നോക്കട്ടെ. അല്ല അത് ഈ മറ്റേ പെമ്പിള്ളാരൊക്കെ നടത്തില്ലയോ? ആമ്പിളാരും അതല്ല അത് കുറച്ച് ആറ്റിറ്റ്യൂഡ് ഒക്കെ കിട്ടുമ്പോ ഗമേല് എന്തോന്നു എനിക്ക് വയ്യ. അണ്ണ സാധാരണ പോലെ നടന്നാ മതി. കുറച്ച് ഗമയും കൂടെ വേണമെന്നേ ഉള്ളൂ. ഒരു ഇച്ചിരി പൗരുഷം അതാണോ മറ്റേ പെമ്പിള്ളാര്? അതല്ല വെരി നൈസ്. സൂപ്പർ. കിട്ടിയില്ല നമുക്ക്. താഴെ പോയി ചേട്ടത്തി അളിയനെ കൂടെ ഒന്ന് കാണിച്ചു. അയ്യ അത് വേണ്ട, ഞാൻ അയച്ചു. കാണിക്കണം. അതെ അയ്യ അവരെ കാണിക്കണ്ട. അയ്യേ എല്ലാരെ കാണിക്കണം. പറ പിള്ളേര്. അല്ല അത് വേണോ? വേണം. അത് വേണം. അച്ഛ ഒന്ന് അത് വേണോ? അത് ഡാഡി മോം ഡാഡ് കം ഹിയർ. വരൂ അങ്കിൾ. കം ഓൺ. മോം മമ്മി എങ്ങനെയുണ്ട് ചേട്ടത്തി? ഫുൾ ഔട്ട്ലുക്ക് മാറിയില്ലേ? മണിക്കുട്ടൻ ചേട്ടാ. നോ മണിക്കുട്ടൻ. ദിസ് ഈസ് ബെൽ ബട്ടൺ. ശരി ബെൽ ബട്ടൺ അല്ല ബെൽക്കുട്ടൻ. ഷോർട്ട് ആക്കി മിസ്റ്റർ ബെൽ എന്ന് വിളിക്കും. ബെല്ലങ്കിൾ കണ്ടാ കൊള്ളല്ലേ? എന്തോന്നളിയാ ഈ കോലം? ഒരു നാണം വേണ്ടേ? ചുമ്മാ അണ്ണന് കുശുമ്പ് അല്ലാന്ന് തോന്നുന്നു. കുശുമ്പ പിന്നെ കുശുമ്പ് തോന്നാൻ പറ്റിയൊരു മനുഷ്യൻ മഹാൻ. നീ കൂടുതൽ ഡയലോഗ് കളിക്കണ്ടാ. നിന്റെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടല്ലോ ഇവിടെ നാറും. നീ ഉറപ്പാണോ? ഉറപ്പായിട്ടും നീ നാറും. എന്നാ പറയണ്ട. അതെന്നെ പറയണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഞാൻ എന്നാ ഇത് അയച്ചു വെക്കാൻ പോവാ. കോപ്രായങ്ങള്. അതെ എന്തോന്ന് പഴയ കാര്യം? അച്ഛ ഇപ്പൊ പറഞ്ഞിട്ട് പോയതാ. എന്തോന്ന് രാമ? അല്ല പറഞ്ഞോളൂ. നീ അങ്ങനെ എന്തോന്ന് പറഞ്ഞായിരുന്നല്ലോ പഴയ കാര്യം അളിയനുമായിട്ട്. പറഞ്ഞു രവിയേട്ടൻ പറഞ്ഞിട്ടാ പോയത്. അയ്യോ ഒന്നുമില്ല. പറഞ്ഞു പറയടാ. അത് ഈ സ്കൂളിൽ പഠിക്കുമ്പോഴേ അങ്ങനെ പറഞ്ഞിട്ട് പോയാ മതി. കേക്കട്ടെ. പറ. അയ്യോ അങ്ങനെ ഇരുന്ന് പറയാത്തൊക്കെ ഒന്നുമില്ല. എന്താ കാര്യം? കാര്യം അമ്മയോടെ ഇരി പറയാം. അല്ലാതെ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴേ നമ്മള് 3 പേരും ഒരേ സ്കൂളിലായിരുന്നു. ഞാനും ചിന്നു ദേവണ്ണനും. പുള്ളി ഇത്തിരി സീനിയർ ആയോണ്ട് കാട്ടു ബുജിയാണല്ലോ. ടീച്ചർമാരെ കണ്ണിൽ ഉണ്ണിയായിരുന്നു. ഇപ്പം നമ്മളെന്തെങ്കിലും കാണിച്ചാൽ ഉടനെ രവിണ്ണനെ വിളിച്ച് ഒരു പറയും ഇവരങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്ന് പറയും. ഈ ഹോംവർക്ക് ചെയ്താത്ത കാര്യം തൊട്ടില്ല. അപ്പൊ ഈ രവിണ്ണൻ എന്ത് ചെയ്യും? വീട്ടിൽ വന്ന് അതുപോലെ പറഞ്ഞു മറ്റേ തത്തയെ പഠിപ്പിച്ച പോലെ പറഞ്ഞു കയറ്റി കൊടുക്കും. ഈ അടി എത്ര ഞാൻ വാങ്ങിച്ചു പിടിക്കണം? പോരാത്തതിനും ടീച്ചർമാർ മുമ്പ് ഇങ്ങനെ ചെവിയിലൊക്കെ വെച്ച് കിഴിക്കുന്നത്. എന്നിട്ട് അവിടെ ക്ലാസ്സിൽ കണ്ട പൊമ്പളരൊക്കെ ചിരിച്ചിട്ട് അപ്പോഴേ തിരിച്ച് അടി കൊടുക്കണ്ടായോ? അതെനിക്ക് പറ്റൂലായിരുന്നല്ലോ. ഇങ്ങനെ എന്നെക്കാളും മൂത്തല്ലേ. അല്ല സാർമാരുടെ കാര്യം പറഞ്ഞ സാറിനെ കിട്ട് അടിക്കാറുണ്ടായിരുന്നു. ഞാൻ അങ്ങ് സൈ കേട്ടപ്പം ഒരു 4-4.5 മീറ്ററിൽ ഒരു കുഴിയും എടുത്തു. കുറച്ച് അതുപോലെ ഒരു വാഴ ഉൾപ്പെടുത്താൻ തന്നെ ആയിരുന്നു. ഞാൻ കുറച്ച് കുപ്പിച്ചില്ലൊക്കെ വാരിയിട്ട് വൃത്തിക്ക് ഒരു ഓലയൊക്കെ വെച്ച് കുറച്ച് അങ്ങ് അടച്ച് നല്ലൊരു കള്ളക്കുഴി സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. എന്നാ കുറച്ച് മുള്ളാണിയും കൂടെ അതിന് കിട്ടേണ്ടതായിരുന്നു. എന്നാ ഐഡിയ ആരും പറഞ്ഞു തന്നില്ല. രവിയണ്ണ പാട്ടും പാടി ചൂളോടിച്ചോണ്ട് നാടകണം അതിനകത്ത്. അല്ല അത് കൊച്ചായിരുന്നുണ്ടാണ്. പിന്നെ 1 മാസത്തേക്ക് അണ്ണന്റെ ശല്യം ഇല്ലായിരുന്നു. പനി പിടിച്ച് കിടന്ന് പേടിച്ച് കാലൊക്കെ മുറിഞ്ഞു.
ഞാൻ ആ സന്തോഷത്തില് അപ്പൊ അവിടെയുള്ള കൂട്ടുകാരുടെ അടുത്തൊക്കെ ഞാൻ ചെറുതായിട്ട് പറഞ്ഞു രവിയണ്ണ വീഴുള്ള കാരണം ഞാനാണ്. ഞാൻ പറഞ്ഞു അത് ഈ അണ്ണൻ അറിഞ്ഞു. അല്ല ഇത് അത്രയും വലിയ പ്രശ്നമല്ലോ ആണോടായത്. വാശി വെച്ചോണ്ടിരിക്കാൻ അണ്ണ അറിഞ്ഞത് അതാണ്. ഇതൊക്കെ ഞാൻ എന്റെ കുഞ്ഞുനാളിലെ എന്നെ അധ്യാപകരെ വീഴ്ത്തിയിട്ടുണ്ട്. ഞാനിങ്ങനെ എന്നെ അടിക്കുന്ന അധ്യാപകരെ. ഇത്രയും വർഷം വാശി വെച്ചോണ്ടിരിക്കേണ്ട വല്ല കാര്യമാണ് അതൊക്കെ. അതാണ് അതങ്ങ് മറന്നു കളയേണ്ട കാര്യമേ ഉള്ളൂ. അതൊന്നും അല്ല, വേറെ എന്തൊക്കെ കാര്യങ്ങളോ. അല്ല സത്യം പറയടാ. വേറെ ഒരു കൊച്ചു കാര്യം കൂടെ ഉണ്ട്. പറ 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 എന്തോന്ന് പറ കേക്കട്ടെ. അത് ഇത്ര വലിയ ഭയങ്കര സംഭവമല്ല. പിന്നെ ആണോന്ന് വെച്ചാണ് ഇത് ഭയങ്കര സംഭവമാണ്. ആണല്ലേ ഇടാ ഭയങ്കര പറ. അതായത് ഞാൻ കൊച്ചായിരിക്കുമ്പോ എനിക്ക് നിനക്ക് ഈ പറഞ്ഞു കിടക്കയില് മുള്ളണ ഒരു അസുഖം ഉണ്ടായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ അങ്ങനെ എപ്പോഴും ഇല്ല, വല്ലപ്പോഴും മഴ പെയ്യുമ്പോഴേ ഉള്ളൂ. അല്ല ഇപ്പൊ ഇല്ല. എന്നിട്ട് നമ്മളെ കുടുംബ വീട്ടിലെല്ലാരും ഒരുമിച്ചാണല്ലോ. അതെ അതെ. കഷ്ടകാലത്തിന് ഞാനും ഈ രവി അണ്ണനും ഒരുമിച്ചാണ് കിടക്കുന്നത്. ഈ പീഡനമൊക്കെ സഹിക്കാൻ വയ്യാത്തോണ്ട് വീട്ടുകാരാണെങ്കിൽ CID പോലെ ഇത് കണ്ടുപിടിക്കാൻ നടക്കുകയാണ്. മക്കളിൽ ആരാണ് ഈ മൂത്രമൊഴിക്കണമെന്ന് കണ്ടുപിടിക്കും. അപ്പം ഞാൻ ഒരു ദിവസം മൂത്രമൊഴിച്ചങ്ങ് എണീറ്റ്. ഞാൻ എണീറ്റ് നോക്കിയപ്പം രവിയണ്ണ നല്ല ഉറക്കം, ഊർക്കം വലിച്ചു കിടക്കും, മലന്ന് കിടന്ന് ഉറങ്ങണം ഇങ്ങനെ. ഞാൻ അടുത്തിരുന്ന ഗ്ലാസ്സിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങനെ നിക്കറി കൂടെ ഒഴിച്ചു. അണ്ണ അപ്പോഴും അറിഞ്ഞില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അപ്പച്ചിയെ എന്റെ അച്ഛനെ എല്ലാം വിളിച്ച് ഞാൻ കാര്യം അണ്ണനാണ് ഈ കിടക്കയിൽ എത്ര മൂത്രം ഒഴിച്ചു നോക്കണേ. ഇങ്ങനെ പിറം വഴിയാണ് അന്ന് വീട്ടുകാർ അടിച്ചത്. അടിച്ച് വീട്ടിൽ നിന്ന് ഓട്ടിച്ച് രാത്രി. പിന്നെ ഒരു ചെറിയ പേരും വീണു, KM രവി. അത് കിടക്കയിൽ മുള്ളിയത്. അത് നീ ആയിരിക്കും ആ പേരിട്ടത്. ആരും ഇട്ട് നീ എന്നായിരിക്കും പബ്ലിഷ് ചെയ്ത നീ എന്നായിരിക്കും. ഞാൻ പിന്നെ അത് നല്ല പേരായോണ്ട് കൂട്ടുകാരത്തും സ്കൂളിലൊക്കെ ഞാൻ പോയത് KM രവീന്ദ്രൻ. അങ്ങനെ അണ്ണൻ അത് ഒഫീഷ്യൽ പേരായിട്ട് മാറി. അതാണ് സംഭവിച്ചത്. പിന്നെ സ്കൂളിലൊന്നും വന്ന് നോക്കൂല, മുമ്പൊന്നും അണ്ണന്റെ മുഖത്ത് നോക്കാതെ അങ്ങ് പോയി. അയ്യോടാ അതൊരു വലിയ ഘട്ടമായി പോയി. മൊത്തത്തിൽ നീ അതോടെ അണ്ണന്റെ ആ സ്കൂളിലെ ഷൈനിങ് അങ്ങ് നിന്ന്. പക്ഷേ പിന്നെ അണ്ണ എന്നെ ജീവിതത്തിൽ അടുപ്പിച്ചിട്ടില്ല. എടാതെ ഇത് ഇങ്ങനെ നിങ്ങളുമുള്ള ഈ തർക്കവും വഴക്കവും ഒന്നും അങ്ങനെ നീണ്ടുപോയാൽ ശരിയാകും. അതാണ് ഞാനും പറഞ്ഞത്. കൊച്ചിലത്തെ കാര്യം പറഞ്ഞ് എന്തിന് എന്നെ വെറുതെ ഇങ്ങനെ വിഷമിപ്പിക്കണം. അത് നമുക്ക് പറഞ്ഞു തീർക്കാം. സോൾവ് ചെയ്യണം. അത് നിങ്ങൾ ഇടപെട്ട് പറഞ്ഞു തീർക്കണം. പറഞ്ഞു തീർക്കാം. പക്ഷെ നീ മാപ്പ് പറയണം. നീ മാപ്പ് പറയണം. അളിയാ അളിയോ രവിയേട്ടാ നീ വന്നേ. വാ ഓ നീ വന്നേ. നീ വാ. നീ വന്നേ. വാ വാ ഇവിടെ വാ ഇവിടെ ഇരി ഇരി. എന്താ കളിയാ? ഇരിക്കലിയാ ഇരിക്കാം. ഞാൻ നിന്നോളാം. നീ ചുമ്മാ ഇരി മണി, ഞാൻ നിന്നോളാം. അല്ല രവീന്ദ്രനാഥ് ടാഗോർ അല്ല ടാഗോർ അല്ല KM രവീന്ദ്രൻ. ആര് കേട്ടാ KM രവി? KM ഞാനല്ല. രവീന്ദ്രൻ. ഞങ്ങളെല്ലാം അറിഞ്ഞ എല്ലാരും പേരല്ലേ ഇത്രയും കാലത്ത് ഞങ്ങൾക്ക് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്തിനാണ് വിളിച്ചത്? നിങ്ങൾ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. നല്ല ഇൻഷൽ, നല്ല സ്റ്റാൻഡേർഡ് ഇൻഷൽ. അതെ അടിപൊളി. പാറകളെക്കാളും കൊള്ളാം. KM രവീന്ദ്രൻ എന്നൊക്കെ കേട്ടിട്ട് ഒരു IAS കാരനാന്നൊക്കെ. സത്യം. എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണവരെ നിങ്ങൾ ഇത് പറയും. നിർത്ത. അതന്നെ. പഴയത് കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. നിങ്ങൾ തമ്മിലൊരു സെറ്റിൽമെന്റ് ആവണം ഈ പ്രശ്നം. അണ്ണ അങ്ങ് ക്ഷമിയണ്ണ. അണ്ണ ക്ഷമിയാണ്. നിക്കളിയാ അളിയാ കൊച്ചിൽ നടന്ന സംഭവത്തിന് ഇങ്ങോട്ട് നോക്കിയേ. എന്റെ ഭാര്യയുടെ മക്കളെ മുമ്പ് കൂടെ നാട്ടിച്ചു. ഇങ്ങോട്ട് നോക്കിയേ. ഇങ്ങോട്ടല്ലേ ഞാൻ പറഞ്ഞോളൂ കണ്ണാടി വെച്ചോണ്ട് അത്രയും കാണുന്നില്ല. ഇങ്ങോട്ട്. പിന്നെ യവനെ അന്ന് ചെയ്ത കുറ്റത്തിന് അളിയനോട് മാപ്പ് പറയും. അളിയനോട് അപ്പൊന്നും എനിക്ക് വേണ്ട. അണ്ണാ രവീണ സോറി. മാപ്പ് പറയും. സോറി പറയും. ഞാൻ ക്ഷമിക്കാം. പക്ഷെ ഒരു കാര്യം, ഒരു കണ്ടീഷൻ ഉണ്ട്. ഇവൻ ഉണ്ണിമാമന്റെ അടുത്തും എല്ലായിടത്തും അമ്മയടുത്തും ഒക്കെ ഇവൻ ആ കുറ്റം എന്റെ നിരപരാധിത്വം തെളിയിപ്പിന് ഇവ ഏറ്റെടുക്കണം. ആ കുറ്റം 100 രൂപ പത്രത്തിൽ ഇവനെ കൊണ്ട് ഞാൻ എഴുതി ചെയ്തു. അല്ല എന്നാ എനിക്കൊരു കാര്യം പറയണം. ഞാൻ അങ്ങനെ മാപ്പ് പറഞ്ഞ എനിക്ക് കിട്ടിച്ചിരുന്ന് അണ്ണം വാക്ക് തരണം. അത് ആലോചിക്കണം.
എന്തോ രവിയേട്ടാ ആലോചിച്ച പോരാ അളിയ അളിയന്റെ ഒരു ബ്ലാക്ക് മാർക്കാ ഇപ്പം മാറാൻ പോകുന്നത്. ജീവിതത്തിൽ ഉണ്ടായ ഒരു ബ്ലാക്ക് മാർക്ക് അതിപ്പോ തേഞ്ഞു പോകാൻ പോവാണ്. അതെ. സമ്മതിക്കളിയാ? എല്ലാവരും മുമ്പ് വെച്ച് പറയണം. അതെ. ആ അപ്പുറത്തെ രവി സ്ഥാനത്തൊക്കെ പോയി പറയണം. ഞാൻ ഫോൺ വിളിച്ച് പറയട്ടെ. ഫോണിൽ അവിടെ തെളിവാ പറഞ്ഞാൽ മതി. അത് ഞാൻ പറയാം. സമ്മതിച്ചേ? നീ ക്ഷമിച്ചെന്ന് പറ. ക്ഷമിച്ച് അല്ല ചിന്നുവിന്റെ കല്യാണം കൂടെ സമ്മതിക്ക്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ പിന്നെ